കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്ത് ഒരമ്മച്ചിയുടെ മാല വീട്ടിൽ കയറി ഒരു കള്ളൻ പറിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ കണ്ടത്. വീഡിയോസ് കണ്ട് ഇതാണോ ഇപ്പോഴത്തെ ട്രെൻഡെന്ന് ആലോചിച്ച് അന്തം വിട്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിലുള്ള ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലായത്. സംഗതി നമ്മുടെ ഗോൾഡ് തന്നെയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റെക്കോർഡ് അടിക്കും എന്ന രീതിയിൽ റോക്കറ്റിൻ്റെ സ്പീഡിലാണല്ലോ ഗോൾഡ് റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 1 ലക്ഷം കടക്കുമോ ഇല്ലയോ എന്ന ആശങ്കയിലാണ് നമ്മൾ ഓരോരുത്തരും. വർദ്ധിച്ചു വരുന്ന ഗോൾഡ് റേറ്റ് തന്നെയാണ് ഈ മാലമോഷണ ട്രെൻഡിൻ്റെ പുറകിലുള്ള കാരണവും. പക്ഷേ പലപ്പോഴും ഇതിൽ വിക്ടിംസ് ആവുന്നത് ഒരു 50+ ഏജിലുള്ള സ്ത്രീകളാണ്. അതാണ് ശരിക്കും ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ താല്പര്യമില്ലാത്ത കുറച്ച് ന്യൂജൻ ടീംസ് ഉണ്ട്. ഇവന്മാരാണ് ഇതിൻ്റെ പുറകിലുള്ള മെയിൻ കൾപ്രിറ്റ്സ് എന്ന് പറയുന്നത്. ഈ മോഷണം നടത്തുന്നത് വീട്ടിൽ ഒരു നേരത്തെ അരി മേടിക്കാനോ അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനോ അല്ല. ഉദ്ദേശങ്ങൾ പലപ്പോഴും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളുടെ വീടുകളിൽ വയസ്സായ സ്ത്രീകളോ കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് ഇനി ഗോൾഡ് പ്ലേറ്റഡോ കവറിങ്ങോ എന്തുമായിക്കോട്ടെ, ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കുന്ന ആഭരണം നിങ്ങളുടെ ജീവന് തന്നെ വിനയായി മാറുന്നൊരവസ്ഥ വരരുത്. എങ്കിൽ വരുന്ന കള്ളനെ പറ്റിക്കാമെന്ന് വിചാരിച്ച് ഗോൾഡ് മാറ്റി കവറിങ് ഇടാമെന്ന് വെച്ചാലോ, അപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് പണി. കാരണം ഗോൾഡിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയുള്ളതാണ് കവറിങ് ഓർണമെൻറ്റ്സ്. അപ്പോൾ ഇത് പറിക്കാൻ വരുന്ന മോഷ്ടാവിന് അറിയില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് ഗോൾഡാണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാലമോഷണ ശ്രമത്തിനിടയിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ അപകടങ്ങൾക്കും നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. അതുകൊണ്ട് മാക്സിമം ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉപയോഗിക്കാതിരിക്കുക. ഇനി സപ്പോസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഭരണങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇനി കള്ളന്മാരെ പേടിച്ച് വീട്ടിലിരിക്കാമെന്ന് വെച്ചാൽ അതും നടക്കത്തില്ല. കാരണം ഈ അടുത്താണ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലിരുന്ന ഒരു അമ്മച്ചിയുടെ മാല പറിച്ചുകൊണ്ട് പോയ ഒരു കള്ളൻ്റെ വീഡിയോ ഞാൻ കാണുന്നത്. അതുകൊണ്ട് വീട്ടിലിരുന്നോ പുറത്തു പോയോ എന്നുള്ളതിലല്ല, മാക്സിമം നമ്മുടെ ഗോൾഡ് ഓർണമെൻറ്റ്സ് സെക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക. കാരണം ഇന്നത്തെ ഗോൾഡ് റേറ്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 1 പവൻ നഷ്ടപ്പെട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന ലോസ് എത്രയാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ആഭരണം മാത്രമല്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നഷ്ടം വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മാലമോഷണത്തിന് വരുന്ന കള്ളന്മാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വഴി അറിയാത്ത ആളുകളെ പോലെ നമ്മുടെ അടുത്ത് വന്ന് വഴി ചോദിക്കുക എന്നൊരു രീതിയാണ്. സോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ മാക്സിമം അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അവർ അറ്റാക്ക് ചെയ്യുമെന്ന് ഉറപ്പാവുകയാണെങ്കിൽ മാക്സിമം സൗണ്ട് എടുത്ത് നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി നന്നായിട്ട് പെരുമാറിയിട്ട് പോലീസിന് കൊടുക്കുക. ഇതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. പ്രായമായ ആളുകൾ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ മാക്സിമം ഗോൾഡിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം സപ്പോസ് 1 പവൻ്റെ ഒരു മാല പോയാൽ നമുക്കത് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ മോഷണ ശ്രമത്തിനിടയിൽ അവർക്ക് നഷ്ടപ്പെടുന്നവരുടെ ജീവൻ നമുക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ജീവനും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് സംഭവിക്കാതെ നോക്കേണ്ടതും നമ്മുടെ ആവശ്യം തന്നെയാണല്ലോ. പ്രിയപ്പെട്ട കള്ളന്മാരെ, നാളെ നിങ്ങളുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഒന്നും മാല ആരും നടുറോഡിലിട്ട് വലിച്ചതുപോലെ പൊട്ടിച്ചുകൊണ്ട് പോകാതിരിക്കട്ടെ. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും.